Hello friends, welcome to srstation jamsheer. അപ്പോൾ ഇന്നുള്ളത് നമ്മൾ കിച്ചണിലാട്ടോ. കിച്ചണിലെ ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കിച്ചണിൽ എല്ലാവരും ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലുള്ള ഈ കച്ചറ ഉണ്ടോ, ഇതെങ്ങനെ ക്ലീൻ ആക്കാം, ഒരുപാട് ടിപ്സ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ, 3 കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണോ അത്, പിന്നെ അതേപോലെ സോഡാപ്പൊടി, നമ്മൾ ബേക്കിംഗ് സോഡാപ്പൊടി ഇല്ല, സോഡാപ്പൊടി, പിന്നെ വിനാഗിർ ഇല്ലെങ്കിൽ നമ്മളടുത്ത് സിർക്കാന്നൊക്കെ ആട്ടോ പറയാറ്. അപ്പോൾ ഈ 3 കാര്യം വെച്ചിട്ട് നമുക്ക് പുതിയ എന്താ പറയുക ഗ്യാസ് സ്റ്റോവിൽ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ നിന്നിട്ടാ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് കാണാം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്, അതാണ് ഇങ്ങനെ വേർക്കുന്നത് കേട്ടോ. ആ കിച്ചണിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിങ്ങിലൊക്കെ ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നെയ്യല്ലേ, നെയ്യ് നമ്മൾ ഭക്ഷണം ആക്കുമ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ആ നെയ്യ് അതിൻ്റെ ഒക്കെ കച്ചറ കേട്ടോ കാണുന്നതൊക്കെ നല്ല കട്ടക്ക്. അത് നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം. ഇതൊക്കെ ഫുൾ നെയ്യാട്ടോ, സോപ്പൊന്നും ഇട്ട് അങ്ങനെ പെട്ടെന്ന് ഇളകി പോവില്ല. നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം റെഡിയാക്കാം. ഇപ്പോൾ വേണ്ട സാധനങ്ങൾ ഇതാട്ടോ. ഒന്ന് ഫെറി ഡിഷ് വാഷാണ്. ഫെറി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡിഷ് വാഷ് മതി കേട്ടോ. പിന്നെ അവിടെ സോഡാപ്പൊടി, പിന്നെ സിർക്ക, വിനാഗിർ. ഓക്കെ, ഇത്ര സാധനമാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്മുടെ എന്താ പറയുക ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ട്, സ്പോഞ്ച് ഉണ്ടല്ലോ. സ്പോഞ്ച് എടുക്കാം. അതിന് കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം അപ്പോൾ അത് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡിഷ് വാഷ് ഉണ്ടല്ലോ, ഡിഷ് വാഷ് ആദ്യം നമുക്കൊന്ന് കുറച്ച് ആക്കിയിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ആക്കട്ടോ സ്പോഞ്ചിൽ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഡിഷ് വാഷ് വെച്ച് ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചിട്ടുണ്ട്. അതിന് ശേഷം സോഡാപ്പൊടി കേട്ടോ. സോഡാപ്പൊടി നമുക്ക് ഒരു സ്പൂൺ, അര സ്പൂണ്, ഒരു ചെറിയൊരു എന്താ പറയുക ടേബിൾ സ്പൂണൊന്നും വേണ്ട, ഒരു നമ്മുടെ സാധാരണ ടീസ്പൂണിൻ്റെ അത്ര ഒരു അളവിലെടുക്കാം. എന്നിട്ട് അതും നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെയാണ് കച്ചറയുള്ള അവിടെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എവിടെയൊക്കെയാണ് നെയ്യിൻ്റെ കച്ചറ ഇളകിപ്പോകാൻ ഭയങ്കര പണിയാട്ടോ. നോർമലി നമ്മൾ വെറും ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ആകുന്നെങ്കിൽ പെട്ടെന്ന് ഇളകിപ്പോയില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും അവസാനം നമുക്ക് എന്താ റിസൾട്ട് കിട്ടും നമുക്ക് നോക്കാം. അതിനുശേഷം വിനാഗിരി കേട്ടോ. വിനാഗിരി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക ചെറുനാരങ്ങയുടെ നീരായാലും മതി കേട്ടോ. പക്ഷേ വിനാഗിറാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അതിനാണ് നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. അതും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയ്യിലൊരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത്, ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇതിൽ എന്താ പറയുക കെമിക്കലും കാര്യമൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാത്ത. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഗ്ലൗസ് ഉപയോഗിക്കാണ്ടിരിക്കുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അരമണിക്കൂർ 3/4 മണിക്കൂർ. ഞാനൊരു 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, ഞാൻ 3/4 മണിക്കൂറേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മിശ്രിതം കൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അതിൽ വലിയ കച്ചറയും കാര്യമൊന്നുമില്ല, എന്നാലും ഒന്നൊന്ന് ക്ലീൻ എന്തായാലും ചെയ്യുന്നില്ല, അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കേട്ടോ. അതിൽ വലിയ കച്ചറയൊന്നുമില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് അതിൽ വലിയ പ്രശ്നം കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് കച്ചറകൾ ഇളകിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇപ്പം തന്നെ ഇങ്ങനെ കാണാം, ഇറക്കുമ്പോൾ തന്നെ മുന്നേ എല്ലാ കച്ചറകളും ഇളകി പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പം സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് രണ്ടാമതും എല്ലാം ഇളകാത്ത കുറച്ച് ഭാഗങ്ങളുണ്ടാവും, നല്ല കട്ടിയായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് ഇതേപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അതേപോലെ സ്ക്രബ് ചെയ്ത് നല്ല വരച്ചിട്ട് നന്നായിട്ട് കളയാം കേട്ടോ.
ഇപ്പം ഏകദേശം എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ട് എന്താ പറയുക ക്ലീൻ ചെയ്ത് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാം ആദ്യത്തെ എന്താ പറയുക കറയും കച്ചറകളൊക്കെ പോയി ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നന്നായിട്ട് വൃത്തിയായി. നല്ല ബാക്കിയുള്ള കച്ചറകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ സംഭവം ഫിനിഷ് ചെയ്യാൻ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക പുതിയ പോലെ കുട്ടപ്പനായിട്ടുണ്ട്. മുന്നേ അങ്ങനെ ഉണ്ടായത് നിങ്ങൾ കണ്ടതാണ്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഒരു കെമിക്കൽ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 1 മണിക്കൂർ 3/4 മണിക്കൂർ, ഞാൻ 45 മിനിറ്റാണ് വെയിറ്റ് ചെയ്തത്. അത് 1 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ നമ്മുടെ സൈഡിനൊക്കെ കുറച്ച് കച്ചറുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് കട്ടിയുള്ള കച്ചറാണ്. പക്ഷെ അതൊക്കെ ആ ബ്രഷ് കൊണ്ട് അവിടെ എത്തുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ പോവാതെ. നമ്മൾ സ്പോഞ്ച് കൊണ്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതൊക്കെ പോവാത്തത്. അത് ചെറിയൊരു നമ്മൾ എന്താ പറയുക ഒരു ഈർക്കിലിൻ്റെ കഷ്ണമൊക്കെ കൊണ്ടാണ് നമുക്കത് ഇളക്കി കളയാൻ പറ്റും കേട്ടോ പെട്ടെന്ന്. ആദ്യത്തെ പോലെ അത് പറ്റി പിടിക്കുന്നുണ്ടാവില്ല, കുറച്ച് ഇളകിയിട്ടുണ്ടാവും. നമുക്ക് എന്താ പറയുക ഈർക്കിൽ കൊണ്ടൊക്കെ ഇളക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. സംഭവം ഏകദേശം പുതിയതുപോലെയായി. അപ്പം ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തന്നെ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഒരുപാട് കച്ചറായാലും ഒഴിവാക്കാറാണ് പതിവ്. പക്ഷെ ഒഴിവാക്കാൻ നമുക്ക് ഇതേപോലെ എന്താ പറയുക യൂസ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഉൾഭാഗത്തിലൊക്കെ എന്താ പറയുക നമ്മുടെ ഗ്യാസ് വരുന്ന ഭാഗമില്ല, ആ ഭാഗത്തൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ടിഷ്യൂടാണ് ക്ലീൻ ചെയ്യുന്നത്. അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ വെയിലുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളം ചിലപ്പോൾ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് വരുന്നത് ആ ഒരു ഫ്ലോ കിട്ടില്ല കേട്ടോ. അതിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ വെക്കേണ്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ ഗ്യാസ് എന്താ പറയുക പുതിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെയിലി ഭക്ഷണമൊക്കെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു നനഞ്ഞ തുണി കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ കഴിയോടെ തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആദ്യം ഉണ്ടായ കോലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടായ സാധനം കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ 3 സാധനങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് വെച്ചതിന് ശേഷം 1 മണിക്കൂർ മാക്സിമം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ 45 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 മണിക്കൂറോളം മാക്സിമം വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ എല്ലാ കറിയാണ് എണ്ണൻ്റെ കറ പറ്റി പിടിച്ച് ഇളകാൻ ഭയങ്കര പണിയാണ്. പക്ഷേ ഇത് തേച്ച് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ നന്നായിട്ട് ഇളകും. പിന്നെ ഒന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ തുടക്കുകയാണെങ്കിൽ, അതായത് ഉരക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളകിപ്പോണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും. പിന്നെ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഈ അരുവിലെ ഭാഗത്തെല്ലാം കണ്ടോ, അത് നമ്മളെ ബ്രഷ് ചിലപ്പം പോവില്ല ഈ സൈഡ് ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും കമ്പോ ചെറിയ എന്തെങ്കിലും എടുത്തിട്ട് തുടക്കാണെങ്കിൽ പെട്ടെന്ന് ഇളകും. നമ്മുടെ ബ്രഷ് പോകാത്തതുണ്ട് കേട്ടോ അവിടുത്തെ കറ പോകേണ്ടുന്നത്. പക്ഷെ അവിടുത്തെ കളർ പെട്ടെന്ന് ഇളകി വരും കണ്ടോ, ഇളകി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇളകി വരും. പക്ഷെ അതിൻ്റെ ആ സ്പോഞ്ച് പോകാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇനി ക്ലീൻ ആക്കിയ ശേഷം ഞാനൊരു എന്താ പറയുക കുക്കിംഗ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.